ഈ ബാലേന്ദ്രൻ മേനോൻ എന്താ വട്ടുണ്ടോ? ഏതാ പുതിയ ഒരു അറിയാത്തവരെ സിനിമ ചെയ്യിക്കുന്നു? വിജയത്തോടു കൂടി തന്നെ തുടങ്ങുക. പിന്നെ ആ പടം തീരുന്നവരെ അദ്ദേഹം ഒരു സജഷൻ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഫുൾ സ്വാതന്ത്ര്യം. ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് പറയുന്നു അത് അഭിനയിക്കും. അവിടെയൊക്കെ തപ്പി ആളിനെ കാണാനില്ല, ആള് മിസ്സിങ്. അത് ടെൻഷനായി. ഇതോടെ അന്നിന് മൊബൈലൊന്നും ഇല്ലല്ലോ, വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, എവിടെയാണെന്നൊരു പിടിയില്ല. വേണുഗോപാലൻ തമ്പി VG തമ്പി ആയത് എങ്ങനെയെന്നുള്ളത് താങ്കൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ ആദ്യ ചിത്രം പൂർത്തിയായി. ആ ചിത്രവുമായി ബന്ധപ്പെട്ട, അതായത് മിസ്റ്റർ ഡേവിഡുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാവോ? ആ സിനിമ 1987 ഷൂട്ടിംഗ് തുടങ്ങിയത്. കൽപ്പറ്റ, വയനാട്, അവിടെയാണ് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. പിന്നെ കണ്ണൂരായിരുന്നു മെയിൻ ലൊക്കേഷൻ. അപ്പോൾ അതിന് ആദ്യം എൻ്റെ കഥ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കണ്ണൂരായിരുന്നു. കണ്ണൂർ അവിടെ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെയാണ് കണ്ണൂർ പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രൻ മേനോൻ സരസിലും താമസിക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ അവിടെ വിളംബരം എന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോയി അവിടെ നിന്നാണ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു, പാട്ടുകൾ തീരുമാനിച്ചു. 3 പാട്ടുകളുണ്ട് സിനിമയിൽ. അപ്പോൾ ആര് വേണം പാട്ട് എഴുതാൻ, ആര് മ്യൂസിക് ചെയ്യണം, ഒരു ഡിസ്കഷൻ വന്നു. അപ്പോൾ ബിച്ചു തിരുമല, അന്ന് ഞാനും ബിച്ചുവേട്ടനുമായിട്ടും വലിയ അടുപ്പമുണ്ട്. കാരണം കമലിൻ്റെ കഴിഞ്ഞ സിനിമകളിലെല്ലാം ബിച്ചുവേട്ടനാണ് പാട്ട് എഴുതിയത്. ഞങ്ങൾ ആലപ്പുഴ ഒന്നിച്ചിരുന്നിട്ടാണ് പിരിയുന്നത്. ബിച്ചുവേട്ടൻ വലിയ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് വിട്ട് തന്നെ. ഞങ്ങൾ ആ സമയത്ത് കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാക്കോത്തിക്കാവിൻ്റെ. അതിൽ ബിച്ചു തിരുമല ഗാനങ്ങളും സംഗീതം ഔസേപ്പച്ചനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പാട്ടുകളൊക്കെ ഡിസ്കഷൻ നടക്കുമ്പം ഞങ്ങൾ അവിടെ ചെന്ന് രണ്ടുപേർത്തും പറഞ്ഞു. അപ്പം ഔസേപ്പച്ചൻ പറഞ്ഞു എന്നെ മറക്കല്ലേ എന്നാ പറഞ്ഞു. അങ്ങനെ ബിച്ചുവേട്ടൻ അത് പറഞ്ഞില്ല, കാരണം ബിച്ചുവേട്ടൻ ഞാനൊരു നല്ല അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വന്നു. അപ്പം ഞാൻ ബിച്ചുവേട്ടനായിരുന്നു. അപ്പം ബാലേന്ദ്രൻ മേനോൻ സാറിന് ബിച്ചുവേട്ടൻ വലിയ അടുപ്പമാണ്. ബിച്ചു തിരുമല ഞാൻ ഔസേപ്പച്ചൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഔസേപ്പച്ചൻ കുഴപ്പമില്ല, നല്ലതാണ്, നമുക്ക് രവീന്ദ്രൻ മാഷ് വയ്ക്കാമെന്ന് പറഞ്ഞു. അതേ സജസ്റ്റ് ചെയ്തു. ഞാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ രവീന്ദ്രൻ മാഷ് എനിക്ക് പരിചയമില്ല. അപ്പം ആ നിമിഷം വരെ എനിക്ക് പരിചയമില്ല. അപ്പോൾ മേനോൻ സാർ സജസ്റ്റ് ചെയ്തു. മേനോൻ സാറിൻ്റെ മുമ്പേ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളിൽ രവീന്ദ്രൻ മാഷ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അങ്ങനെ അദ്ദേഹത്തെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യുന്നു. കമ്പോസിങ് അവിടെ കണ്ണൂർ തീരുമാനിക്കുന്നു. ബിച്ചുവേട്ടനെ വരുത്തുന്നു. ബിച്ചുവേട്ടന് വന്ന് ബിച്ചുവേട്ടനോട് ഈ സിറ്റുവേഷനൊക്കെ പറഞ്ഞു, 3 പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മാഷ് വരുന്നില്ല. അപ്പോൾ രവീന്ദ്രൻ മാഷ് എവിടെയാണെന്ന് അറിയുന്നില്ല, കിട്ടുന്നില്ല ആളിനെ. അപ്പം ടെൻഷനായി, എന്ത് ചെയ്യും, കിട്ടിയില്ലല്ലോ. അപ്പം ബിച്ചുവേട്ടൻ പറഞ്ഞു അങ്ങനെ നമുക്ക് വേറെ നോക്കണോ, ആരാതെ നോക്കണോ നോക്കുന്നത്. എല്ലാം പറഞ്ഞില്ല, പുള്ളി നോക്കട്ടെ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാഷെത്തി. അങ്ങനെ കമ്പോസ് ചെയ്തു. മാഷ സമയത്ത് വലിയ തിരക്ക്, ഒരുപാട് പടങ്ങളുണ്ട്. ഇതെല്ലാം കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ തന്നെയാണ് കമ്പോസിങ് ചെയ്തത്. അത് കഴിഞ്ഞ് റെക്കോർഡിങ് മദ്രാസിലായിരുന്നു. ബാലേന്ദ്രൻ മേനോൻ സാർ വന്നില്ല, ഞാൻ മാത്രമാണ് പോയത്. എന്താ ദാസേട്ടനാണെന്ന് വിളക്ക് കത്തിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരുപാട് സിനിമകൾക്ക് റെക്കോർഡിങ് സമയത്ത് എനിക്കൊരു രാശി പോലെ ഞാൻ എവിടെ ദാസേട്ടനെന്ന് അന്നിപ്പോൾ അമേരിക്കയിലേക്ക് സെറ്റിൽ ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ദാസേട്ടൻ മദ്രാസിലുള്ള സമയം വെച്ച് ഞാൻ റെക്കോർഡിങ് വയ്ക്കും. എന്നിട്ട് ഞാൻ ഇവിടുന്നേ വിളിച്ച് പറയും ഇന്ന ദിവസമാണ് റെക്കോർഡിങ്. അപ്പോൾ കറക്റ്റായിട്ട് അദ്ദേഹം വരും. വന്ന് അദ്ദേഹം നിന്ന് വിളക്ക് കത്തിക്കും. ആദ്യത്തെ പാട്ടും അദ്ദേഹം തന്നെ പാടും. എനിക്കറിയാം എൻ്റെ എല്ലാ പടത്തിലും ദാസേട്ടൻ്റെ ഒരു പാട്ടുണ്ടാവും. അത് പിന്നെ ഒരു തുടർച്ചയായിട്ട് അങ്ങനെ വന്നതാണ്. അതൊരു ഒരു രാശി പോലെയാണ് എനിക്ക്. അങ്ങനെ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, പിന്നെ അല്ലാതെ 2 പാട്ട്, അങ്ങനെ റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. തിരിച്ചിവിടെ വന്നു. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങണം. അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബാക്കി ടെക്നീഷ്യൻസിനെ ഫിക്സ് ചെയ്യുന്നു, ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അതിൽ 3 നായികമാരാണ്. സുമലത അന്ന് ബാലേന്ദ്രൻ മേനോൻ സാറിന് തൊട്ട് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചു, ഇസബെല്ല എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. ബാലേന്ദ്രൻ മേനോൻ സാറിന് അറിയാം, എനിക്ക് അവരെ കണ്ടിട്ട് പോലുമില്ലേ. അങ്ങനെ സുമലതയെ ഫിക്സ് ചെയ്തു. പിന്നൊരു നായിക, ഒരു പ്രധാനപ്പെട്ട വേഷമാണ്. അത് ബാലേന്ദ്രൻ മേനോൻ സാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർത്തിക. പക്ഷെ കാർത്തിക അപ്പോൾ അഭിനയം നിർത്തി. കാർത്തികയെ ഞാനുമായിട്ട് ബാലേന്ദ്രൻ മേനോൻ സാറിൻ്റെ സിനിമകളിലും കമലിൻ്റെ ഉണ്ണികളെ കഥ പറയാനും വർക്ക് ചെയ്തിട്ടുണ്ട്. കാർത്തിക ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളുമാണ്. കാർത്തിക നടിയാവുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കാർത്തികനെ ആലോചിച്ചു. അപ്പോൾ കാർത്തിക കണ്ടോ അത് ഞാൻ നിർത്തിയിട്ട് ഞാൻ കല്യാണമാണ്, ഞാൻ അത് പറ്റില്ല, എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ശരി, ഇത് ലാസ്റ്റ് സിനിമ. അങ്ങനെ കാർത്തികയുടെ അവസാനത്തെ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അങ്ങനെ കാർത്തികയിൽ അഭിനയിച്ചു. പിന്നെ വേറൊരു വേഷത്തിൽ ലിസി അഭിനയിച്ചു. അങ്ങനെ 3 നായികമാരും. ലിസിക്ക് കുറച്ചേ ഉള്ളൂ, മനസ്സിലായി. പക്ഷേ കാർത്തികയും സുമലതയാണെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾ. അവരെ ഫിക്സ് ചെയ്തു. പിന്നെ 3 ഡേവിഡ്മാരാണ് പ്രധാനം. ഒരു ഡേവിഡ് ബാലേന്ദ്രൻ മേനോൻ സാർ തന്നെയാണ്. പിന്നെ 2 ഡേവിഡ് ആര് വേണമെന്നുള്ളതാണ്.
ഒന്ന് അശോകനെയാണ് ഫിക്സ് ചെയ്തത്. അശോകനും മേനോസാറിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിക്കും, ഞാനുമായിട്ട് അടുപ്പമാണ്, ഞങ്ങൾ അകന്ന ബന്ധുക്കളും കൂടെയാണ്. അങ്ങനെ അശോകൻ ഒരു ക്യാരക്ടർ, ഒരു ഡേവിഡ് അശോകനായി. അടുത്ത ഡേവിഡ് ആര് വേണമെന്നുള്ള ആലോചന വന്നു. ആ ത്യാഗരായൻ്റെ കാര്യമാണെന്ന് ആലോചിച്ചത്. ത്യാഗരായൻ അന്ന് ന്യൂഡൽഹി എന്ന സിനിമയൊക്കെ ചെയ്തിങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയമാണ്. നടരാജ വിഷ്ണു. പക്ഷെ അന്ന് ത്യാഗരായൻ അത്രയും ഡേറ്റ്സ് ഇല്ല, അത്രയും ദിവസങ്ങൾ ത്യാഗരായന് തരാനില്ല. ഒരുപാട് പടങ്ങൾ തമിഴും ഒക്കെ കമ്മിറ്റഡാണ്. കുറച്ച് വേഷം, ചെറിയൊരു വേഷമാണെങ്കിൽ ചെയ്യാം, കുറച്ച് ഡേറ്റാണെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് നമുക്ക് ത്രൂ ഔട്ട് വേണം. അപ്പോൾ ആരെ വേണം? ആ സമയത്താണ് പുതിയൊരു നടൻ ഇങ്ങനെ കയറി വന്നിരിക്കുന്നത്, മുരളി. പഞ്ചാഗ്നി, അങ്ങനെ ഒന്നിനൊരു സിനിമകൾ. നായകനൊന്നും ആയിട്ടില്ല പുള്ളി, ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഞാനാണെങ്കിൽ മുരളിയെ കണ്ടിട്ടുമില്ല. മുരളിയുടെ പഞ്ചാഗ്നിയെ കണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഓർമ്മ കിട്ടുന്നില്ല. അന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് കാണാനൊന്നും പെട്ടെന്ന് അവൈലബിളും അല്ല. അപ്പോൾ മുരളി അന്ന് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിൽ ഒരു ലോഡ്ജിലാണ് മുരളി താമസിക്കുന്നത്. അങ്ങനെ ഞാനാണ് അടുത്ത് താമസിക്കുന്നത്, പെരുന്താന്നിയിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊന്ന് 2 വീലർ സ്കൂട്ടറാണുള്ളത്. ഞാൻ ശരി അദ്ദേഹത്തിന് കാണണമെന്ന് വെച്ചിട്ട് ഞാൻ ആ ഹോട്ടലിൽ ചെന്ന് അവിടെ അന്വേഷിച്ചു ഇങ്ങനെ. അപ്പോൾ മുരളി ഇല്ല. ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ പേരിങ്ങനെ വിജിത്ത് ആയിട്ടില്ല കേട്ടോ, വേണുഗോപാൽ എന്നാണ്. ഞാൻ ഇങ്ങനെ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ അസോസിയേറ്റാണ്, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ട് വന്നു. എൻ്റെ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് വന്നു. അന്ന് മൊബൈലും ഇല്ലല്ലോ. അന്ന് പിറ്റേ ദിവസം നോക്കിയപ്പം മുരളി എൻ്റെ വീട്ടിൽ വന്നു. രാവിലെ എത്തി. രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനൊരു പ്രധാന വേഷത്തിന് വേണ്ടിയാണ്. അപ്പം ഞാൻ മാത്രം തീരുമാനിച്ച പോരാ, ബാലേന്ദ്ര മേനോൻ സാറിനെ പോയി കാണും. അദ്ദേഹം ഹോട്ടൽ ഗീതിലുണ്ട്. അങ്ങനെ മുരളിയോടെ പോയി ബാലേന്ദ്ര മേനോൻ സാറിനെ കണ്ടു. അങ്ങനെയാണ് വൺ ഓഫ് ദ ഡേവിഡായി മുരളി മാറിയത്. അങ്ങനെ ഡേവിഡ്, മിസ്റ്റർ ഡേവിഡ്, 3 ഡേവിഡുമാരും ഈ 3 നായികമാരുണ്ട്. പിന്നെ അതിനകത്ത് ഒരുപാട് സുമാർ ചേച്ചിയുടെ നല്ലൊരു കഥാപാത്രമുണ്ട്, തിലകൻ ചേട്ടന് നല്ലൊരു വേഷമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിപ്പം ടെക്നീഷ്യൻസ്, ഇപ്പം മ്യൂസിക് ഡയറക്ടറും ലിറിക് റൈറ്ററുമായി. ക്യാമറമാൻ ആര് വേണം? എഡിറ്റർ പിന്നെ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സ്ഥിരമായ എഡിറ്റർ ഉണ്ടെന്ന്, ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒറ്റയ്ക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അപ്പോൾ എഡിറ്റർ പിന്നെ കൺഫ്യൂഷൻ ഇല്ല, എഡിറ്റർ അദ്ദേഹം തന്നെയാണെന്ന് തീരുമാനിച്ചു. ആർട്ട് ഡയറക്ടറും ബാലേന്ദ്ര മേനോൻ സാറിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ ക്യാമറമാൻ ആര് വേണം എന്നുള്ള. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് അന്ന് ജയനൻ മിനിസ്റ്റർ തന്നെയാണ്. കാര്യം അന്ന് ഞങ്ങളുടെ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒന്നിൻ്റെ സിനിമകളിലൊക്കെ ജയനൻ മിനിസ്റ്റർ ഞാൻ നല്ല അടുപ്പുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ജയനൻ ഫ്രീ അല്ല, ജയനൻ തെലുങ്കിലോ കുറച്ച് ബിസി ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ വേറെ ആരും വേണം. അപ്പോൾ ബാലേന്ദ്ര മേനോൻ സാർ പറഞ്ഞു, ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാം, പുതിയ ആളാണ്, തമ്പിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ്? പുള്ളിയുടെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് ശിവൻ്റെ മോനാണ്. ക്യാമറമാൻ ശിവൻ്റെ മോനാണ്. സന്തോഷ് എന്നാണ് പേര്. ഇപ്പോൾ ഒരു ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്, ആ പടം ഞാൻ കണ്ടു. അത് നല്ല വർക്കാണെന്ന് തോന്നി. പുള്ളി പൂനെയിൽ പഠിച്ചു നിൽക്കുന്ന സമയം, പൂനെ പാസ്സായിട്ട് വന്നതിന് ശേഷമുള്ളായോ. അപ്പം നമുക്ക് പുള്ളിയെ വരുത്തിയാലോ എന്ന് ചോദിച്ചു. വരുത്തി നമുക്ക് നോക്കാം, തമ്മിയെ സംസാരിച്ചു, തമ്പിയായിട്ട് സിങ്ക് ആവുകയാണെങ്കിൽ വെച്ചോന്ന് പറഞ്ഞു. ഞാൻ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ബാലേന്ദ്ര മേനോൻ സാർ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് പോകുന്നത്. അപ്പം ബാലേന്ദ്ര മേനോൻ സാർ വരുന്ന ട്രെയിനിൽ തന്നെ സന്തോഷിനോട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ സെയിം ഇപ്പം ഞാൻ കണ്ണൂരിൽ തന്നെ ഉണ്ട്. ഇപ്പം രാവിലെ ഞാൻ തന്നെ മേനോൻ സാറിൻ്റെ കാർ ഓടിച്ച്, പുള്ളി കാറോടെ കിടക്കായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോയി സാറിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പം സാർ ഇറങ്ങി വരുന്നു. സാറ് എൻ്റെ കമ്പാർട്ട്മെൻറ്റിലല്ല, സന്തോഷ് വേറെ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അവിടെയൊക്കെ തപ്പി ആളിനെ കാണാനില്ല, ആള് മിസ്സിങ്. ഭയങ്കര ടെൻഷനായി. ഇതോ അതിന് മൊബൈലൊന്നും ഇല്ലല്ലോ, വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, എവിടെയാണെന്നൊരു പിടിയില്ല. അവസാനം സമയം നമുക്ക് എന്തായാലും റൂമിലോട്ട് പോകാം, എന്തായാലും കാണാം, നോക്കാം, എന്തായാലും കയറി എന്നുള്ള ഉറപ്പാണ്. ഞങ്ങൾ സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. രാത്രിയാണ്, രാവിലെയാണ് സംഭവം, രാവിലെ 5 മണിക്കാണ് ഈ സംഭവം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്ഥലത്ത് വന്നു. അവിടെ വന്നൊന്ന് കുറച്ച് നേരം സംസാരിച്ച് ചായയെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നു. നമുക്ക് വനന്ന് ഇറങ്ങി വരുന്ന സന്തോഷം, ഒരു ബാഗ് തൂക്കി. പുള്ളി കണ്ണൂരിൽ നിന്ന് പറഞ്ഞ് തലശ്ശേരിയിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് വന്നിരിക്കുക. പുള്ളിയുടെ ഒരു രീതിയും അപ്പോൾ എനിക്ക് ഒരു നമുക്ക് കാണുമ്പോൾ പുള്ളി ഒരു ചെറിയൊരു ഫ്രീക്ക് ടൈപ്പിലാണ് പുള്ളിയുടെ ലീനിങ്. അപ്പം എനിക്ക് സന്തോഷിനോട് വേറെ സ്ഥലത്താണ് റൂം പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സന്തോഷം വന്നപ്പോൾ ഞാൻ ചേട്ടാ, അപ്പം പുള്ളി പറയുന്ന ചേട്ടാ എന്ന് വിളിക്കണം. ഞാൻ ആദ്യം ഒരു പരിചയപ്പെടുകയാണ്, എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ആ മേനോൻ സാറിൻ്റെ വണ്ടിയിൽ തന്നെ നേരെ കയറി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ പുള്ളി ഭയങ്കരമായിട്ടങ്ങ് സിങ്കായി. ഒരു 1-2 മണിക്കൂർ കൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ്. ആദ്യം കണ്ട ഒരു നീരസം പിന്നീട് തോന്നി. നീരസമല്ല തോന്നിയത്, നീരസമല്ല, പുള്ളിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണല്ലോ, ഒരിക്കലും നീരസത്തിന്റെ അല്ലേ പറഞ്ഞു, ഒരു ഫ്രീക്ക് ടൈപ്പാണ് പുള്ളി. എല്ലാം ഈ പിന്നെ എന്താ ഈസി മട്ടിലെടുക്കുന്ന എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്റ്റൈലാണ്. പക്ഷെ അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്കഷന് വേണ്ടിയിരുന്നു. കഥയിലൊക്കെ പുള്ളിയുടെ ചില സജഷൻസ് ഒക്കെ പറഞ്ഞു. പുള്ളിനെ എന്തും വെട്ടി തുറന്നങ്ങ് പറയും. അതിൻ്റെ ഒരു ഇൻഹിബിഷൻസ് ഇല്ലാത്ത ഒരാളാണ്. പെട്ടെന്ന് പറയും. ആ ഒരു ആരും നോക്കില്ല. ബാലേന്ദ്രൻ സാറാണ് അവിടെ ഇരിക്കുന്നത്, ഇത്ര സീനിയർ ആളാണ്, അതൊന്നുമില്ല. പുള്ളിക്ക് മനസ്സിൽ തോന്നുന്നങ്ങ് പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞങ്ങളന്ന് ആലോചിച്ചത് പടം സിനിമാസ്കോപ്പി ചെയ്യാനാണ്. അപ്പം അപ്പം ബാലേന്ദ്രൻ സാറിന് മുമ്പ് സിനിമാസ്കോപ്പ് ചെയ്തിട്ടില്ല. അപ്പം സിനിമാസ്കോപ്പി ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പം സന്തോഷം അതപ്പം വെട്ടി. സിനിമാസ്കോപ്പ് ഒന്നും പറ്റില്ല. സിനിമാസ്കോപ്പിനൊക്കെ ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് സാധാരണ 35 മതി. 35 മാത്രമല്ല, അത് 1.85 എന്ന് പറഞ്ഞ ആ ഇത് മതി. അതാകുമ്പോൾ കുറച്ച് നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി തന്നെ പടം പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. അപ്പം അതങ്ങ് തീരുമാനമായി. തീരുമാനിച്ചു കഴിഞ്ഞത് അങ്ങ് തീരുമാനമായി. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുന്ന പരിപാടിയൊക്കെ ആയി. കൽപ്പറ്റയിൽ പോയി ലൊക്കേഷൻ നോക്കാൻ ഞാൻ സന്തോഷം മാത്രമാണ് പോയത്. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ ഒരുപാട് കാര്യം ചർച്ച ചെയ്യും, വലിയ അടുപ്പമായി. അങ്ങനെ ലൊക്കേഷനെല്ലാം കണ്ടു, തിരിച്ചു വന്നു. കൽപ്പറ്റയിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ കൽപ്പറ്റയിൽ നല്ല ഞാൻ ഡിസംബർ സമയത്താണ്. നല്ല മിസ്റ്റും കൂടുതൽ നൈറ്റ് സീൻസും ഒക്കെയാണ് അവിടെ അടുത്തൊരു ബംഗ്ലാവും കാര്യങ്ങളും. അതെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് എനിക്ക് ചെറിയൊരു അസുഖം വന്നത്. അത് പറഞ്ഞു ഒരു 2-3 ദിവസം ഫുൾ കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഫിക്സ് പോലെ വന്നു. ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അവിടെ വെച്ച്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും ഷൂട്ട് ചെയ്ത റഷ്, ആ നെഗറ്റീവ് തിരുവനന്തപുരം ചിത്രാഞ്ജലിയിലായിരുന്നു അതിൻ്റെ ലാബിലേക്ക് കൊടുത്തു വിട്ടു ഡെവലപ്പ് ചെയ്യാൻ. അപ്പം ലൈറ്റ്സൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കത്തില്ല സന്തോഷം, അധികം ലൈറ്റ്സ് ഒന്നും ഉപയോഗിക്കത്തില്ല. ഇത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലാബ് ചീഫ് എന്നെ വിളിക്കുന്നു, സുധീർ എന്നൊരാളാണ്. ആ കൽപ്പറ്റയിലെ അപ്പോൾ ഞാൻ കണ്ണൂരിലേക്ക് മാറിക്കഴിഞ്ഞു. കണ്ണൂരിൽ വന്നു. കണ്ണൂരിലേക്ക് വിളിച്ചു തമ്പി ഇത് എവിടെ ഷൂട്ട് ചെയ്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൽപ്പറ്റയിൽ. ഇത് സ്വിറ്റ്സർലൻഡിലും കൊണ്ട് ഷൂട്ട് ചെയ്ത പോലെ ഇരിക്കുന്നു, എത്ര ഗംഭീരമായിരിക്കുന്നു, ആരാ ക്യാമറ എന്ന് ചോദിച്ചു. ഫ്രെയിംസ് എല്ലാം അതിമനോഹരം. ആരാ ക്യാമറ? ഞാൻ സന്തോഷ് ശിവൻചേട്ടൻ്റെ മോനാണെന്ന്. ഒരു അസലായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വേറൊരു വലിയ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടിട്ട് ഓളം പുള്ളിക്ക് പടം ഡിസ്ട്രിബ്യൂഷൻ വേണം. ഇത് ഞാൻ പറഞ്ഞത് ഒരു 3-4 ദിവസം ഷൂട്ട് റഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു സിനിമാ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ചില കാര്യങ്ങൾ ഒത്തുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം ക്യാമറമാൻ്റെ അടുത്ത് വരുന്നു, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വേറൊരു തമാശയുണ്ട് ഇതിൽ. ഈ സമയത്ത് ഇതിൻ്റെ പടത്തിൻ്റെ പേരൊക്കെ മിസ്റ്റർ ഡേവിഡ് ഫിക്സ് ചെയ്തു. അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അന്ന് അശോകൻ, ഗായത്രി അശോകനാണ് മലയാളത്തിലെ ടോപ്പ് ഡിസൈനർ. അപ്പോൾ അശോകനെ ബാലേന്ദ്രൻ സാർ അങ്ങോട്ട് വിളിപ്പിച്ചു കണ്ണൂരിലേക്ക് വിളിച്ച് അപ്പം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അശോകൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ പുതിയ ആള്, സന്തോഷ് ശിവൻ പുതിയൊരു ക്യാമറാമാൻ. അപ്പം എന്നിട്ട് അശോകൻ്റെ സുഹൃത്ത് ഷിബു ചക്രവർത്തിയെ വിളിച്ച് പറഞ്ഞു, ഈ ബാലേന്ദ്രൻ എന്താ വട്ടുണ്ടോ, ഏതാ പുതിയ പിള്ളേ ഒരു അറിയാത്തവരൊക്കെ സിനിമ ചെയ്യിക്കുന്നു, എന്തോ കാണിക്കാൻ പോണ ഒരു എന്നൊക്കെ പുള്ളി വിളിച്ചു. എന്നിട്ട് അവസാനം അശോകൻ തന്നെ എടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ കോയിൻസിഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. അങ്ങനെ കൽപ്പറ്റയിൽ ആദ്യം ചോദിച്ചില്ലേ, ഫസ്റ്റ് ബാലേന്ദ്രൻ സാറിനെ ഒരു ഗുരുവിനെ വെച്ചൊരു ഡയറക്റ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കരമാണ്. പക്ഷെ ആ ടെൻഷൻ അതിനെ എനിക്ക് തോന്നാറില്ല. കാര്യം ഞാൻ അതിന് മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ വെച്ചിട്ട്. കാര്യം അതാണ് എൻ്റെ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ബാലേന്ദ്ര മേനോൻ സാർ അഭിനയിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ഡയറക്ടർ. അദ്ദേഹം എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ട് മാറിക്കും. അദ്ദേഹത്തിന് സ്റ്റാർട്ടും കണ്ടും പറയുന്നതും അദ്ദേഹം ഷോട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് ചോദിക്കുന്നത് നമ്മുടെ അടുത്താണ്. അപ്പം ഒരു ഡയറക്ടർ റോള് തന്നെയാണ് അസോസിയേറ്റ് ഡയറക്ടർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 2-3 പടങ്ങളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അതിന് മുമ്പുള്ള അച്ചുവേട്ടൻ്റെ വീടായാലും ശരി, വിളംബരമായാലും ശരി, പല സീനുകളും ഞാൻ ഒറ്റയ്ക്ക് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ മേനോൻ സാർ ഇല്ലാത്ത സീനുകൾ, വിളംബരത്തിലെ തന്നെ പല സീനുകളും, അശോകനോ മാത്രമുള്ള സീനുകളൊക്കെ ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ചുവേട്ടൻ്റെ വീട്ടിലും പല സീനുകളും ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡേവിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത് ഓക്കെ ഡയറക്ടർ ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല, ഒന്നുകൂടെ റീടേക്ക് എടുക്കണം, അങ്ങനെയൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ അതിലൊരു സംഭവമുണ്ട്. കാര്യം കൽപ്പറ്റ പനമരം എന്ന സ്ഥലമുണ്ടായിരുന്നു കൽപ്പറ്റയിൽ പനമരം. അപ്പോൾ അവിടെ അതിൽ ആ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞ് പടത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ഷോട്ടാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിലൊരു ട്രാവലാണ്, അന്നത്തെ ഒരു കോണ്ടസ കാറിൽ ബാലേന്ദ്ര മേനോൻ സാർ ഡ്രൈവ് ചെയ്യുന്നു, സുമലത അടുത്തിരിക്കുന്നു, കാർത്തികയുണ്ട്. അപ്പം കാർത്തികയുടെ നഷ്ടപ്പെട്ടു പോയ കാമുകനെ ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിങ്ങനെ ഇങ്ങനൊരു കാടാണല്ലോ, ഹിൽ സ്റ്റേഷനാണല്ലോ, മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് അപ്പോൾ വരുമ്പോൾ ഒരു പെട്രോൾ ബങ്കിൽ ഒരു പെട്രോൾ അടിക്കാൻ വണ്ടി കൊണ്ട് നിർത്തും. അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ആളാണ് ഈ മിസ്സായാണ്, ദേവനാണ് വേഷം ചെയ്തിരിക്കുന്നത്. ഇതവിടെ വെച്ച് കാണുന്നതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് ഇന്റർവെൽ കഴിഞ്ഞിട്ട് പടത്തിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പം
നിങ്ങൾ നോക്കുമ്പോൾ നല്ല അപ്പോൾ ഈ പമ്പ് ഇരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ റോഡിൽ വന്നാൽ കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ അകത്തേക്ക് കയറി മരങ്ങളുടെ ഇടയിൽ കൂടെയാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ റോഡിൽ നടക്കുന്നു, ഇട്ട് ദൂരെ നിന്ന് വണ്ടി വന്ന് ഇങ്ങനെ പിടിച്ച് വന്ന് ഇങ്ങനെ കയറി വന്ന് ലാസ്റ്റ് വരുമ്പോൾ പമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ ഇട്ട് വെച്ചു. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സാർ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആ എടുക്കാൻ പോകുന്ന സീൻ പോലും എൻ്റെ കിട്ടിയിട്ടില്ല. എല്ലാം അദ്ദേഹം ഈ സ്പോട്ടിൽ എഴുതാറുള്ളൂ. സ്പോട്ടിൽ വെച്ചാൽ അന്ന് അവരെഴുതിക്കൊണ്ടിരും. ഈ സീൻ ഓർഡറൊക്കെ നേരത്തെ സീൻ ഓർഡർ വൺ ലൈൻ ഡിസ്കസ് ചെയ്യും, ബാക്കി സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് ഒക്കെ ലാസ്റ്റ് മിനിറ്റിൽ തരുന്നത്. അപ്പം ഞങ്ങൾ വൺ ലൈൻ വെച്ചിട്ട് ഇങ്ങനെയാണ് സീൻ എന്നറിയാം, ഇതാണ് സിറ്റുവേഷൻ എന്നറിയാം, ഇതനുസരിച്ച് പ്ലാൻ ചെയ്തു. സീൻ വന്നിട്ടില്ല. സീൻ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം മേക്കപ്പ് ചെയ്ത് വരുന്നു, ഫസ്റ്റ് ഷോട്ട് അദ്ദേഹത്തെ വെച്ചെടുക്കുന്നത്. പടത്തിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ ഡയറക്ടർ എൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തു. അദ്ദേഹം വന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കി, ട്രാക്കൊക്കെ ഇങ്ങനെ നോക്കി എന്താ ഷോട്ട് എടുക്കാൻ പോകണം, ഇതാകണം. അപ്പം അത് ഭയങ്കര ലാഗ് വരില്ലേ കാര്യം. ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ട്രാക്ക് വന്ന് ഇങ്ങനെ വന്ന് നമുക്ക് നേരെ ഇവിടെ ഒരു ഷോട്ട് വെച്ചിട്ട് 2 പമ്പിന് ഇടയിൽ വെച്ചിട്ട് വണ്ടി ഒന്ന് നിന്നാൽ പോലെ ചോദിച്ചു. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി സാധനം. അപ്പം ഞാൻ ഇങ്ങനെ നിന്നു. എന്ത് ഗുരുവും കൂടെ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഷോട്ടിനെ പറ്റി ഞാൻ സന്തോഷമൊക്കെ ഭയങ്കര ഡിസ്കസ് ചെയ്ത് ഭയങ്കര ഗംഭീരം. അപ്പോൾ സന്തോഷം ഏതെങ്കിലും ഇടപെട്ടു. ചേട്ടാ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പടമില്ല, ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന ഷോട്ടല്ലേ, എന്തിനാ അങ്ങനെ വയ്ക്കണത്? ഇതാകുമ്പോൾ ഒരു ഓപ്പണിങ് കിട്ടത്തില്ലേ, കിട്ടുമ്പോൾ അതിൽ ഇത് രസമായിരിക്കും. മരങ്ങളുടെ ഇടയിൽ കൂടെ വന്ന് ഇങ്ങനെ പമ്പ് വരുന്നത് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ലാഗ് വരത്തില്ല. ലാഗില്ല, ഇന്റർവ്യൂ കഴിഞ്ഞ് ഓപ്പണിംഗ് അല്ലേ, അങ്ങനെ കുഴപ്പമില്ലല്ലോ എന്ന്. അങ്ങനെയാണോ? എന്നാൽ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ ആ പടം തീരുന്നവരെ അദ്ദേഹം ഒരു സജഷനും എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഫുൾ സ്വാതന്ത്ര്യം, ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് പറയുന്നു അത് അഭിനയിക്കും, അല്ലാതെ ഇങ്ങനെ സജഷൻ. പിന്നെ ഓക്കെ അല്ലെന്ന് അത് ഈ ഓക്കെ അല്ലെങ്കിൽ രണ്ടാമത് അഭിനയിക്കാൻ എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയില്ല. ഞാൻ അദ്ദേഹത്തിനൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെന്ന് പറയും, സൗന്ദര്യം എടുക്കാന്ന് പറയും. അതൊന്നും വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു പ്രശ്നമേ തോന്നിയിട്ടില്ല. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ഒരു ഭയന്ന് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ചിത്രം എത്ര ദിവസം കൊണ്ടാണ് എൻ്റെ ഷൂട്ട് പൂർത്തിയായി? ആദ്യം എനിക്കൊരു 20-22 ദിവസം. അന്നൊക്കെ അത്രയും മതി. ഇന്നത്തെ പോലെ 2 മാസം 3 മാസം അന്നൊക്കെ ഞാൻ 14 ദിവസം കൊണ്ട് തീർത്ത പടങ്ങളുണ്ട്. ആണോ? ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ചിത്രം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആദ്യ പ്രതികരണം എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഒരു ആസ് എ ഡയറക്ടർ മിസ്റ്റർ ഡേവിഡ് എന്നൊരു സിനിമ വന്നതുകൊണ്ടാണ് വിജയ് തമ്പി എന്നൊരു ഡയറക്ടർ ശ്രദ്ധിക്കപ്പെട്ടത്. കാര്യം അന്ന് വന്ന സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മേക്കിംഗ് ആയിരുന്നു സിനിമ. പിന്നെ ബാലചന്ദ്രൻ സാറിന് സ്ക്രിപ്റ്റിങ്ങും സാധാരണ ഒരു യൂഷ്വൽ സ്ക്രിപ്റ്റിങ്ങിനും വ്യത്യാസമായിരുന്നു. ആ മേക്കിങ്ങിലും ആ സ്ക്രിപ്റ്റിങ്ങിലും ആ സിനിമയ്ക്ക് ഗുണമുണ്ടായി, മ്യൂസിക്കിലും ക്യാമറ വർക്കിലും എല്ലാത്തിലും അതിൻ്റെ ഗുണമുണ്ടായി. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആദ്യത്തെ പടം റിലീസിന് മുമ്പ് തന്നെ ഞാൻ രണ്ടാമത്തെ പടം കമ്മിറ്റ് ചെയ്തു. വിജയത്തോടു കൂടി തന്നെ തുടങ്ങുക. രണ്ടാമത്തെ പടം എൻ്റെ ഫസ്റ്റ് പടം റിലീസാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് രണ്ടാമത്തെ പടം കമ്മിറ്റ് ചെയ്യാൻ പറ്റി. വിറ്റ്നസ് ആണ് രണ്ടാമത്തെ സിനിമ. അത് ഷൂട്ടിങ്ങിന് തുടങ്ങാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഡേവിഡിൻ്റെ വിജയത്തോടു കൂടിയാണ് ഈ പറയുന്ന 40ഓളം ചിത്രങ്ങളുടെ സഫരി ആ യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ കാൽക്കുലേഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനൊരു പടം ഡയറക്ടറായി പുറത്ത് വരുന്നതിന് മുമ്പ് അടുത്ത പടം കിട്ടി. പിന്നെ നിമിത്തം പോലെ സംഭവിച്ചു. നിമിത്തമാണ് കാര്യം. എല്ലാം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അല്ലാതെ ഞാനായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു പ്രൊഡ്യൂസറെ തേടി പോയിട്ടില്ല. അങ്ങനെ ചില പ്രോജക്റ്റുകൾ സംസാരിക്കും, നാളെ കഴിഞ്ഞിട്ട് എനിക്കൊരു പടം തരുമോ, എനിക്ക് പടം ചെയ്യണം. അങ്ങനെ ഞാനൊരു ആക്ടറെ പുറകെ പോയിട്ട് ഡേറ്റ് തരുമോ എന്ന് ഞാൻ പോയിട്ടില്ല. എനിക്കിപ്പോൾ ആ സിനിമയ്ക്ക് ആക്ടർ ആരാണോ ഒരാൾ ചോദിക്കും, ആക്ടർ അയാളില്ലെങ്കിൽ വേറെ ആളത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ആളിനെ ഇട്ട് തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധം ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല.